പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ അയം കലാം കെ ബഹാനെ എന്ന ചാപ്റ്ററിലേത് അതിലുള്ളത് തന്നെയായിട്ടുള്ള അതൊരു പത്രം എങ്ങനെ എഴുതാം, എങ്ങനെയാണ് ഒരു പത്രം എഴുതേണ്ടത്, അതുപോലെ തന്നെ വാക്യ പിരമിഡ് എങ്ങനെ തയ്യാറാക്കാം, ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ ഒരു സഹി മിലാൻ അതും കൂടെ നമുക്ക് നോക്കാം. വാക്യ പിരമിഡ്, സഹി മിലാൻ, അതുപോലെ തന്നെ ഇത് മൂന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, കലാമിനെ രാഷ്ട്രപതി കലാം കെ നാം പർ ഏക് പത്ര ലിഖ സംഭാവിത പത്ര ലിഖയും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രാഷ്ട്രപതി കലാമിന്റെ പേരിൽ നമ്മുടെ സിനിമയിലെ നായകനായിട്ടുള്ള കലാം കത്തെഴുതുന്നു. ആ കത്ത് നിങ്ങളോട് സങ്കല്പിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതിന് വേണ്ട സെന്റൻസ്, അതായത് അതിനുള്ള സൂചന തന്നിട്ടുണ്ട്. ചായക്ക് ദുക്കാൻ കാ കാം, നാം കലാം രഖ, രൺവിജയ് സെ ദോസ്തി, ലൂസി മേഡം കാ വാദ. ഇതെല്ലാം നിങ്ങൾ എഴുതുന്ന കത്തിൽ ഉണ്ടായിരിക്കണം. ഈ സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ എഴുതുന്ന കത്തിൽ ഉണ്ടായിരിക്കണം. അതായത് ചായക്ക് ദുക്കാൻ കാ കാം, കലാം യാ ചോട്ടു ചായക്കടയിൽ ജോലി ചെയ്തിരുന്നു, ആ കാര്യം നിങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ചോട്ടു അവന്റെ പേര് കലാം എന്നാക്കി മാറ്റിയല്ലോ, അതും ആ കത്തിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ രൺവിജയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, രൺവിജയുമായി ഫ്രണ്ട്ഷിപ്പിലാകുന്നു അവൻ, രൺവിജയ് കലാമിന് സ്നേഹത്തോടെ ഉപഹാരം നൽകുന്നതൊക്കെ ഉണ്ടല്ലോ, അത് വരണം. പിന്നെ ലൂസി മേഡം കവാദ, ലൂസി മേഡം അവന് വാഗ്ദാനം ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതുന്ന പത്രത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഡയറിയാണ് എഴുതാൻ വരുന്നതെങ്കിലും ഈ ഇത്രയും സംഭവങ്ങൾ തന്നെയാണ് നിങ്ങൾ ആ ഡയറിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കാം എങ്ങനെയാണ് പത്രം എഴുതേണ്ടതെന്ന്. ആദ്യം തന്നെ സ്ഥാൻ താരിഖ് എഴുതണം. നിങ്ങൾ എന്ത് എഴുതണം? സ്ഥാൻ താരിഖ്, സ്ഥലവും ഡേറ്റും എഴുതണം. ഇവിടെ ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക, ഇവിടെ സ്ഥലത്തിന്റെ പേര് കൊടുക്കുക. അതായത് ചോട്ടു കത്തുന്നത് ടാണിയിൽ നിന്നാണ് അല്ലെ, അപ്പൊ ഇവിടെ ടാണി എന്ന് കൊടുക്കുക. പിന്നെ താരിഖ് നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. പിന്നീട് നോക്കാം എന്താണ് എഴുതേണ്ടതെന്ന്. മാനനീയ മഹോദയ്, ഇത് നമ്മൾ രാഷ്ട്രപതി കലാമിനാണ് എഴുതേണ്ടത് അല്ലെ. അപ്പൊ പ്രിയ ദോസ്ത് എന്നൊന്നും എഴുതാൻ പറ്റില്ല. എന്താ എഴുതേണ്ടത്? മാനനീയ മഹോദയ്. നമസ്തേ, മേരാ നാം ചോട്ടു ഹെ. മീനിങ് പറയേണ്ട ആവശ്യം വരുന്നില്ല, വളരെ സിമ്പിൾ ആണ്. നമസ്തേ, എൻ്റെ പേര് ചോട്ടു ആണ്. മേ ടാണി മേ കാം കർത്താഹും. നമ്മളിവിടെ പേര് എഴുതിയല്ലോ, സ്ഥലത്തിന്റെ പേര് ടാണി എന്ന് എഴുതിയില്ലേ, അതെ. മേം ടാണി മേം കാം കർത്താഹും, ഞാൻ ടാണിയിൽ ജോലി ചെയ്യുന്നു. അതായത് ടാണിയിലുള്ള ചായക്കടയിലാണ് ഈ കലാം ജോലി ചെയ്യുന്നത്. സ്കൂൾ ജാന ഓർ ആപ്കെ ജൈസ മഹാൻ ബനന മേരാ സപന ഹെ. സ്കൂളിൽ പോവുക എന്നിട്ട് താങ്കളെ പോലെ മഹാനാവുക എന്നതാണ് എൻ്റെ സ്വപ്നം. എന്താണ് സ്വപ്നം? സ്കൂളിൽ പോവുക എന്നിട്ട് താങ്കളെ പോലെ മഹാനാവുക എന്നതാണ് എൻ്റെ സ്വപ്നം. ഇസ്ലിയേ മേനെ അപന നാം ഖുദ് കലാം രഖാ ഹെ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേര് സ്വയം കലാം എന്നാക്കി മാറ്റി. കലാം എന്ന് വെച്ചു, എനിക്കുള്ള പേര് ഞാൻ കലാം എന്ന് എൻ്റെ പേര് മാറ്റി കലാം എന്നാക്കി. മേം പഠന ചാത്താവും, ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. मैम और मेरे जैसे बच्चों की पढ़ाई के लिए आप ही कुछ कर सकते हैं. എനിക്കും അതുപോലെ തന്നെ എന്നെ പോലെ പഠിക്കാൻ ആഗ്രഹമുള്ള കുറെ കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കും എനിക്കും അത് എന്നെ പോലെയുള്ള മറ്റു കുട്ടികൾക്കും ആപ്പ് ഹി കുച്ച് കർ സക്തേ ഹേ, താങ്കൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മേം ആപ്സെ വിനത്തി കർത്താ ഹൂം കി, ഞാൻ താങ്കളോട് അപേക്ഷിക്കുന്നു. ആപ്പ് ജൽദി ഇസ്കെ ലിയെ ഉചിത് കാര്യവാഹി കരേ, താങ്കൾ പെട്ടെന്ന് തന്നെ ഇതിനുള്ള എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എന്ന് ഞാൻ താങ്കളോട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അത്രയാണ് കലാം എഴുതിയ കത്ത് വരുന്നത്. ആപ്കോ ധന്യവാദ്, താങ്കൾക്ക് ധന്യവാദ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് അവസാനിപ്പിച്ചത്. ആപ്ക ആഭാരി അസ്താക്ഷർ നാം. നിങ്ങൾ ഈ അഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഈ സ്ഥാൻ താരിഖ്, അതുപോലെ തന്നെ മാനനീയ മഹോദയ്, ആപ്കോ ധന്യവാദ്, ആപ്ക ആഭാരി അസ്താക്ഷർ നാം, ഇതൊക്കെ കാണാതെ പഠിച്ചിട്ട് അങ്ങനെ തന്നെ എഴുതി വെക്കണം. ഓക്കെ,
ഇനി ഇവിടെ നേരെ സൈഡിൽ ഇപ്പുറത്തായിട്ട് നാം പദ. ഇത് ആരുടെ നാം പദയാണ് വരിക? രാഷ്ട്രപതി കലാമിൻ്റെയാണ്. അപ്പം നാമിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ രാഷ്ട്രപതി കലാം എന്ന് എഴുതണം. ഇവിടെ ദില്ലി എന്ന് എഴുതാം. രാഷ്ട്രപതി കലാം. ഇവിടെ നിങ്ങൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ രാഷ്ട്രപതി കലാം എന്ന് എഴുതി പഠിക്കുക. രാഷ്ട്രപതി തെറ്റിക്കരുത്, രാഷ്ട്രപതി കലാം എന്ന് എഴുതി പഠിക്കണം. എന്നിട്ട് പേരിന്റെ സ്ഥാനത്ത് രാഷ്ട്രപതി കലാം എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്കൊരു സഹി മിലാൻ നോക്കാം. സഹി മിലാൻ. ഇഷാര കർണ, അനുകരൺ കർണ, ദവാ കർണ, സങ്കേത് കർണ, തലാശി ലേന, ചികിത്സ കർണ, നക്കൽ കർണ, ജാഞ്ച് കർണ. എങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ ഇത് കറക്റ്റ് അല്ല. കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വരിക? ഇഷാര കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കേത് കർണ. ആൻസർ ഇവിടെ ഉണ്ട്. ഇഷാര കർണ, സങ്കേത് കർണ, ദവാ കർണ, ചികിത്സ കർണ, തലാശി ലേന, ജാഞ്ച് കർണ, നക്കൽ കർണ, അനുകരൺ കർണ. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, മനസ്സിലായില്ലേ? ദവാ കർണ എന്നാൽ ചികിത്സിക്കുക, അതന്നെയാണ് ഇവിടെ തന്നത്. ചികിത്സ കർണ എന്ന്. തലാശന പറഞ്ഞാൽ അന്വേഷിക്കുക. ജാഞ്ച് അന്വേഷിക്കുക, പരിശോധിക്കുക എന്നൊക്കെ പറയും. നക്കൽ കർണ പറഞ്ഞാൽ അനുകരിക്കുക, അനുകരൺ കർണ. അത് ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? നക്കൽ, അനുകരൺ. ബാഞ്ചേ ഗിൽജാന. ഇനി അടുത്തത് ബാഞ്ചേ ഗിൽജാന, അദലാ ബദലി കർണ, വാഹ്വാഹി കർണ, ദിൽ ജീത്ത് ലേന. ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വയം അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ആൻസറിലേക്ക് നോക്കുക. ഓക്കെ, എത്ര ശരിയായി എന്നറിയാൻ പറ്റും. ബാഞ്ചേ ഗിൽജാന എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്ന ഹോന അല്ലെങ്കിൽ ഖുശി ഹോന ആണ്, നമ്മൾ പഠിച്ചതാണല്ലേ. അദലാ ബദലി പറഞ്ഞാല് ലേൻദേൻ. വാഹ്വാഹി പ്രശംസിക്കുന്നതിനാണ് വാഹ്വാഹി. നോക്കാം, ആൻസർ നോക്കിക്കോളൂ. ബാഞ്ചേ ഗിൽജാന പ്രസന്ന ഹോന, അദലാ ബദലി കർണ ലേൻ ദേൻ കർണ, വാഹ്വാഹി കർണ പ്രശംസ കർണ, ദിൽ ജീത്ത് ലേന ആകർഷിത് കർണ. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറെ നിങ്ങളുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ഇത് വന്നിട്ടുള്ളതാണ്. 2-3 കൊല്ലം, 3 കൊല്ലമല്ല, ഒരു 6 വർഷമായിട്ട് തന്നെ വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ ഇതുപോലുള്ള ഒരു മാർക്കിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിലാൻകരിയായിട്ട് ഒക്കെ ഇത് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് നോക്കി പഠിച്ചു വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വാക്യ പിരമിഡാണ്. എങ്ങനെയാണ് വാക്യ പിരമിഡ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കാം. कोष्टक से उचित शब्द सही स्थान पर रहकर पिरामिड की पूर्ति करें. किसी गांव से रोज. ഏതോ ഗ്രാമത്തിൽ നിന്ന് റോസ് എന്ന് പറഞ്ഞാൽ നിത്യവും. മോർപാൽ സ്കൂൾ ആത്താത. മോർപാൽ സ്കൂളിലേക്ക് വന്നിരുന്നു. മോർപാൽ സൈക്കിൾ ചലാത്ത സ്കൂൾ ആത്താത. മോർപാൽ സൈക്കിൾ ചവിട്ടിയാണ് സ്കൂളിലേക്ക് വന്നിരുന്നത്. സൈക്കിളിനാണ് സ്കൂളിലേക്ക് വന്നിരുന്നത്. ഇനി കിസി ഗാവ് എന്നും റോസ് എന്നുമാണ് ഉള്ളത്. മോർപാൽ കിസി ഗാവ് സേ സൈക്കിൾ ചലാത്ത സ്കൂൾ ആത്താത. മോർപാൽ ഏതോ ഗ്രാമത്തിൽ നിന്നും സൈക്കിളിലാണ് സ്കൂളിലേക്ക് വന്നിരുന്നത് അല്ലേ. കിസി ഗാവ് നമ്മൾ എടുത്തു. കിസി ഗാവ്. മോർപാൽ ആദ്യം എഴുതുക, പിന്നെ കിസി ഗാവ് സേ, ഇവിടെയുള്ള കിസി ഗാവ് സേ എഴുതുക. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ സെന്റൻസിലുള്ളത് അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതി കൊടുക്കുക. സൈക്കിൾ ചലാത്ത സ്കൂൾ ആത്താത. ഓക്കെ, മനസ്സിലായില്ലേ? മോർപാൽ കിസി ഗാവ് സേ സൈക്കിൾ ചലാത്ത സ്കൂൾ ആത്താത. ഇനി നാലാമത്തെ സെന്റൻസ് റോസ് എന്നത് നമുക്ക് ചേർക്കണം ഇതിലേക്ക് അല്ലെ. നിത്യവും. അപ്പൊ മോർപാൽ നിത്യവും സൈക്കിൾ ചവിട്ടിയാണ് സ്കൂളിലേക്ക് വന്നിരുന്നത് എന്ന സെന്റൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. മോർപാൽ കിസി ഗാവ് സേ സൈക്കിൾ ചലാത്ത റോസ് സ്കൂൾ ആത്താത. മോർപാൽ കിസി ഗാവ് സേ സൈക്കിൾ ചലാത്ത റോസ് സ്കൂൾ ആത്താത. മോർപാൽ ഏതോ ഗ്രാമത്തിൽ നിന്നും സൈക്കിളിലാണ് നിത്യവും സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്.
ഇനി മോർബാൽ റോസ് കിസി ഗാവ് സെ സൈക്കിൾ ചലാത്ത സ്കൂൾ ആത്താത എന്ന് എഴുതിയാലും കറക്റ്റ് ആൻസർ തന്നെയാണ് കേട്ടോ. മോർബാൽ കഴിഞ്ഞിട്ട് റോസ് ചേർക്കുക, ബാക്കി ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. അതല്ല ഇവിടെ റോസ് എന്ന് ചേർത്താലും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത വാക്യ പിരമിഡ് നമുക്ക് നോക്കാം. നീലി കാക്കി, നീലി കാക്കി യൂണിഫോം ആയിരുന്നു അവർക്ക് സ്കൂളിലുള്ളത് അല്ലേ. നീലി കാക്കി സ്കൂളിലെ നീലി കാക്കി. मैं हमेशा चिड़ा करता, मैं യൂണിഫോം സെ ഹമേശ ചിടാ കർത്ത. ഇനി അടുത്തത് എങ്ങനെയാ വരിക? എങ്ങനെയുള്ള യൂണിഫോമിനോടാണെന്നാ വരിക അല്ലേ. അപ്പൊ മേം നീലി കാക്കി യൂണിഫോം സെ ഹമേശ ചിടാ കർത്ത. ഇനി അത് എവിടെയുള്ള യൂണിഫോം ആണ്? സ്കൂളിലെ യൂണിഫോം ആണ്. അപ്പൊ മേ സ്കൂൾ കി നീലി കാക്കി യൂണിഫോം സെ ഹമേശ ചിടാ കർത്ത. മേ ഹമേശ ചിടാ കർത്ത, മേ യൂണിഫോം സെ ഹമേശ ചിടാ കർത്ത, मैं स्कूल की यूनिफॉर्म से हमेशा चिढ़ा करता, मैं स्कूल की नीली काकी യൂണിഫോം से हमेशा चिढ़ा करता. ഓക്കെ, ഇനി അടുത്ത നോക്കാം. നായക് ചായ്ക്ക്, നായകെന്നും ചായ്ക്ക് എന്നുമാണ് നിങ്ങൾ ഇവിടെ ചേർക്കേണ്ടത്. കലാം കാം കർത്താ ഹെ, കലാം ദുഖാൻ മേ കാം കർത്താ ഹെ. കലാം എവിടെയാണ് ജോലി ചെയ്യുന്നത്? ദുഖാൻ, കടയില്. ചായ്ക്ക് ദുഖാൻ അല്ലെ, ചായക്കടയില്. ഇവിടെ കട എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്കിവിടെ ചായക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശബ്ദം തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ചേർക്കണം. കലാം ജോലി ചെയ്യുന്നു, കലാം കടയിൽ ജോലി ചെയ്യുന്നു. കലാം ഏത് കടയിലാണ് ജോലി ചെയ്യുന്നത്? ചായക്ക് ദുക്കാൻമേലെ. അപ്പൊ അടുത്ത സെന്റൻസ് അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. കലാം ചായക്ക് ദുക്കാൻമേ കാം കർത്താ ഹെ. പിന്നെ നായക് ചേർക്കണം. ഇവിടെ നമുക്ക് നായക് എന്നാണ് ചേർക്കാൻ തന്നിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത സെന്റൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സെന്റൻസിൽ നായക് എന്ന് ചേർത്തിട്ട് എഴുതണം. നായക് കലാം ചായ്ക്ക് ദുക്കാൻ മേം കാം കർത്താ ഹെ. നായക് കലാം ചായ്ക്ക് ദുക്കാൻ മേം കാം കർത്താ ഹെ. വളരെ സിമ്പിൾ ആയിട്ട് 2 മാർക്ക് വാങ്ങാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ഈ വാക്യ പിരമിഡ് എന്ന് പറയുന്നത്. പക്ഷെ പല കുട്ടികളും അത് തെറ്റിക്കാറാണ് പതിവ്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ മാർക്ക് നേടാൻ പറ്റും. ഓക്കെ, ഇനി നോക്കാം. ബാട്ടി സാക്കി ചായ്ക്ക് ദടി പർ. ചായ്ക്ക് ദടി പറഞ്ഞാലും ചായ്ക്ക് ദൂക്കാനാണ് കേട്ടോ. ബാട്ടീസ ആരുടെ ചായക്കടയാണ്? ബാട്ടീസായുടെ ചായക്കട. മാം ഉസേ ചോട് ദേത്തി ഹെ, മാം ഉസേ കാം കർണേ കെ ലിയെ ചോട് ദേത്തി ഹെ. അമ്മ അവനെ എവിടെയാണ് വിടുന്നത് ജോലിക്ക് വേണ്ടിയിട്ട്? അമ്മ അവനെ ജോലിക്ക് വേണ്ടി വിടുന്നു എന്നാണ് പറഞ്ഞത്. ജോലിക്ക് വേണ്ടി എവിടെ, എവിടെ എന്നുള്ളതിന് ഇവിടെ ഉണ്ട് ചായക്ക് ദടി അല്ലെ. ആരുടെ? ബാട്ടീസായുടെ. അപ്പൊ ഇനി നമുക്ക് സെന്റൻസ് ഉണ്ടാക്കി നോക്കാം. മാം ഉസേ ചായക്ക് ദടി പർ കാം കർണേ കെ ലിയെ ചോട് ദേത്തി ഹെ. അമ്മ അവനെ ചായക്കടയിലാണ് ജോലിക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കുന്നത്. അതായത് ചായക്കടയിൽ നിർത്തുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. മാം ഉസേ ആരുടെ ചായക്കടയിലാണ് എന്ന് ഇവിടെ ഉണ്ട്. ആരുടെ? ബാട്ടീസ. മാം ഉസേ ബാട്ടീസ കി ചായക്ക് ദടി പർ കാം കർണേ കെ ലിയെ ചോട് ദേത്തി ഹെ. ആരുടെ ചായക്കടയാണ്? ബാട്ടീസായുടെ ചായക്കടയിലാണ് ജോലിക്ക് വേണ്ടി നിർത്തുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഒന്നുകൂടെ ആദ്യം മുതൽ നോക്കാം. മാം ഉസേ ചോട് ദേത്തി ഹെ, മാം ഉസേ കാം കർണേ കെ ലിയെ ചോട് ദേത്തി ഹെ. അമ്മ അവനെ നിർത്തുന്നു, അമ്മ അവനെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തുന്നു. ചൂടന പറഞ്ഞാൽ ശരിക്കും ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. അതവിടെ ഉപേക്ഷിക്കല്ല, അവനെ അവിടെ വിട്ടിട്ട് പോവുക, ജോലിക്ക് വേണ്ടിയിട്ട് വിടുക. മാം ഉസേ ചായക്ക് ദടി പർ കാം കെ ലിയെ ചോട് ദേത്തി ഹെ. എവിടെയാണ് വിടുന്നത്? ചായക്കടയിൽ. ആരുടെ? ബാട്ടീസായുടെ. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്ത് നോക്കാം. കഥാക്കെ അന്തമേം അപ്പനി. ഇവിടെ കഥാക്കെ അന്തമേം എന്നും അപ്പനി എന്നുമാണ് നിങ്ങൾ ചേർക്കേണ്ടത് ശബ്ദ്. മൻസിൽ മിൽത്തി ഹെ, കലാം കോ മൻസിൽ മിൽത്തി ഹെ. നോക്കാം. കലാം കോ അപ്പനി മൻസിൽ മിൽത്തി ഹെ. അപ്പനി ഇതാ കണ്ടോ, ഈ അപ്പനി, അപ്പനി പറഞ്ഞ സ്വന്തം. കഥാക്കെ അന്തമേം കലാം കോ അപ്പനി മൻസിൽ മിൽത്തി ഹെ. അതായത് കഥയുടെ അവസാനം കലാമിന് തന്റെ സ്വപ്ന സാക്ഷാത്കാരം, അവന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. മൻസിൽ മിൽത്തി ഹെ, കലാം കോ മൻസിൽ മിൽത്തി ഹെ, കലാം കോ അപ്പനി, കണ്ടോ അപ്പനി മൻസിൽ മിൽത്തി ഹെ, കഥാക്കെ അന്ത് മേ കലാം കോ അപ്പനി മൻസിൽ മിൽത്തി ഹെ.
എത്രയാണ് വാക്യ പിരമിഡ് ഉള്ളത്. വളരെ സിമ്പിളാണ് വാക്യ പിരമിഡ് ചെയ്യാൻ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതെല്ലാം നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ചോദിക്കും. ഈ ലാസ്റ്റിലെ സെന്റൻസ് ഉണ്ടല്ലോ, ഈ ലാസ്റ്റിലെ സെന്റൻസ് നിങ്ങൾക്ക് തരും. തന്നിട്ട് ഈ 2 സെന്റൻസ് എഴുതാൻ വേണ്ടി പറയും. അതായത് ഈ ഫസ്റ്റിലെ സെന്റൻസ് തരും, മനസ്സിൽ മിൽത്തി ഹേ എന്ന് തരും. പിന്നെ അതുപോലെ ലാസ്റ്റ് കഥാ കെ അന്തമേ കലാം കോ അപ്പനി മനസ്സിൽ മിൽത്തി ഹേ എന്ന് തരും. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ ഏതറിയാത്ത കുട്ടികൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ലാസ്റ്റിലുള്ള നമുക്ക് കിട്ടി, ഫുള്ളായിട്ടുള്ള കിട്ടിയില്ലേ. അവിടെ മനസ്സിൽ മിൽത്തി ഹേ നോക്ക്, ഫസ്റ്റ് സെന്റൻസിൽ ലാസ്റ്റ് നിന്ന് പോരുമ്പോൾ മനസ്സിൽ മിൽത്തി ഹേ, ഇതാ മനസ്സിൽ മിൽത്തി ഹേ കണ്ടാ. പിന്നെ അടുത്തത് കലാം കോ അപ്പനി മനസ്സിൽ മിൽത്തി ഹേ, ഇതാ രണ്ടാമത്തെ സെന്റൻസ് കലാം കോ, സോറി അപ്പനി ഇവിടെ വരുന്നില്ല, കലാം കോ മനസ്സിൽ മിൽത്തി ഹേ രണ്ടാമത്തത്. കലാം കോ ആർക്കാണ് എന്നുള്ളത്, കലാമിന് അല്ലേ. കലാം കോ മനസ്സിൽ മിൽത്തി ഹേ. അടുത്തതാണ് അപ്പനി ചേർത്തിട്ട് വരുന്നത്. അപ്പൊ അത് ഇതിങ്ങനെ ഒന്നിച്ചാണ്ട് എഴുതി കൊടുക്കുക. കലാം കോ അപ്പനി മനസ്സിൽ മിൽത്തി ഹേ. ഓക്കെ, കലാം കോ അപ്പനി മനസ്സിൽ മിൽത്തി ഹേ. ആദ്യം തന്നെ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് എഴുതാം. മനസ്സിൽ മിൽത്തി ഹേ ഒന്നാമത്തെ ഇവിടെ തന്നിട്ടുണ്ടാവും, അത് തന്നത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. അത് അടുത്തതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അടുത്തത് എഴുതുമ്പം കലാം കോ മനസ്സിൽ മിൽത്തി ഹേ. മനസ്സിലായോ? അതായത് ഇതിനെ 2 എണ്ണമാണ് 3 എണ്ണാക്കി മാറ്റണം. ഈ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് ഈ ഫുള്ള് നമുക്ക് ഇവിടെ വേണം. പിന്നെ 2 എണ്ണത്തിനുള്ള ഇവിടെ 1 തന്നിട്ടുണ്ടായിരിക്കും, 2 എണ്ണത്തിനുള്ള നമുക്കിതിനെ പാർട്ടാക്കി മാറ്റിയിട്ട് അതിന്ന് എടുക്കുക. കഥാ കെ അന്തമേം കലാം കോ അപ്പനി മനസ്സിൽ മിൽത്തി ഹേ. കഥയുടെ അവസാനം കലാമിന് സ്വന്തം, അതായത് ഈ സ്വന്തം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ലാസ്റ്റ് സെന്റൻസ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ തരൂല. കഥാക്കെ അന്തമേ അപ്പനി എന്ന് ഇവിടെ തന്നിട്ടുള്ള 2 ശബ്ദം, അത് തരൂല ഈ ലാസ്റ്റ് സെന്റൻസ് തന്നു കഴിഞ്ഞാൽ. കാരണം അതിലുണ്ട് കഥാക്കെ അന്തമേ എന്നുണ്ട്, അപ്പനി കണ്ടോ, രണ്ടും അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 2 സെന്റൻസ്, അതായത് ആ 2 ശബ്ദം നിങ്ങൾക്ക് തരുന്നതല്ല. നിങ്ങൾ ഇത് നോക്കിയിട്ട് അതിനെ ഇവിടേക്ക് 2 സെന്റൻസ് ആക്കി മാറ്റി എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പനി മനസ്സിൽ മിൽത്തി ഹേ, कलाम को अपनी मंजिल मिलती है, कथा के अंत में हम कलाम को अपनी मंजिल मिलती है. ഓക്കെ, ഇനി അതെല്ലാം അങ്ങനെ തന്നെ എഴുതി പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മനസ്സിൽ മിൽത്തി ഹേ ഇവിടെ ഉണ്ടല്ലോ, അടുത്തത് എടുത്തിട്ട് എഴുതിക്കോ, അപ്പനി മനസ്സിൽ മിൽത്തി ഹേ. പിന്നെ അടുത്തത് കലാം കോ അപ്പനി മനസ്സിൽ മിൽത്തി ഹേ. ലാസ്റ്റ് കഥാ കെ അന്ത് മേ കലാം കോ അപ്പനി മനസ്സിൽ മിൽത്തി ഹേ. ഓക്കെ, അങ്ങനെ എഴുതിയാലും കറക്റ്റ് ആയിട്ട് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ വാക്യ പിരമിഡ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡയറി എങ്ങനെ എഴുതാം എന്ന് നോക്കാം.